ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് വൻ സാമ്പത്തിക നിയമ ക്രമക്കേടുകളാണെന്ന് വ്യക്തമാക്കുന്ന കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഈ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അഴിമതിയും നിയമലംഘനങ്ങളും കള്ളപ്പണ ഇടപാടുകളും വരെ സംശയിക്കപ്പെടുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഗുരുതരമായ ചോദ്യങ്ങളും ഇങ്ങനെയാണ്. അതിലൊന്ന് ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനവും തെളിവില്ലാത്ത അവകാശവാദങ്ങളുമാണ്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ മുൻകൈയെടുത്തുവെന്ന് അവകാശപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത് കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ്. എന്നാൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാനുള്ള ശേഷിയോ ആധികാരിക രേഖകളോ ഹാജരാക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഫുട്ബോൾ ടീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാക്കിയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന വലിയ അവകാശവാദമാണ് ഇതിന്റെ സംഘാടകർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന യാതൊരുവിധ സാമ്പത്തിക രേഖകളും തെളിവുകളും കണ്ടെത്താനായില്ല. കോടിക്കണക്കിന് രൂപയുടെ വിദേശ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചോ അത് എപ്രകാരമാണ് വിദേശത്തേക്ക് മാറ്റിയത് എന്നതിനെക്കുറിച്ചോ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാമ്പത്തിക ഇടപാടിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതൊന്നുമല്ല പ്രധാനം. കേരളത്തിൽ സൗഹൃദ മത്സരം സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പോലും അറിയാതെയാണെന്നാണ് റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഫിഫയുടെ മാച്ച് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. എന്നാൽ ഇതിനായി യാതൊരുവിധ അപേക്ഷയോ രജിസ്ട്രേഷനോ നടന്നിരുന്നില്ല. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെയാണ് മത്സരം സംഘടിപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര ടീം ഒരു രാജ്യത്ത് കളിക്കാനെത്തുമ്പോൾ ദീർഘമായ നിയമപരമായ കരാറുകളിൽ ഇരുപക്ഷവും ഒപ്പുവെക്കേണ്ടതുണ്ട്. എന്നാൽ അർജന്റീന ടീമുമായി ഒപ്പുവെച്ചതായി പറയുന്ന കരാറുകളുടെ ആധികാരികത തെളിയിക്കാൻ സാധിക്കുന്ന ഔദ്യോഗിക രേഖകളൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. തികച്ചും വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി നിയമപരമായ പരിരക്ഷകളിൽ ഇല്ലാതെയാണ് ഇത്തരമൊരു വൻ പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ സംഭവത്തിൽ വിദേശ ധനസഹായ നിയന്ത്രണ നിയമത്തിന്റെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുമായി നടത്തുന്ന വൻകിട സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണം അത്യന്താപേക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. സ്പോൺസർമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് സ്പെഷ്യൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർബന്ധിത നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പല തീരുമാനങ്ങളും കൈക്കൊണ്ടത്. കത്തിടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മന്ത്രി നേരിട്ട് ഇടപെടലുകൾ നടത്തിയതായും സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പുലർത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശമുണ്ട്. അതോടൊപ്പം മത്സരം നടത്തുന്നതിനായി കൊച്ചിയിലെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം കൈമാറിയ നടപടിയിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. മത്സരം നടക്കുന്ന തീയതി കൃത്യമായി നിശ്ചയിക്കാതെയാണ് സ്റ്റേഡിയം കൈമാറിയത്. സാമ്പത്തിക വകുപ്പുകളുടെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് ബാങ്ക് ഗ്യാരണ്ടിയോ ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലാതെയാണ് സ്റ്റേഡിയം കൈമാറ്റം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരിൽ നടന്നത് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടുള്ള വലിയൊരു തട്ടിപ്പാണെന്ന സൂചനയാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നൽകുന്നത്. 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ നിഗൂഢത, വിദേശ ഏജൻസികളുടെ പങ്കാളിത്തം, ഭരണ സംവിധാനത്തിന്റെ ദുരുപയോഗം എന്നിവയെല്ലാം സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളും വിശദമായ ഏജൻസി അന്വേഷണവും ഉണ്ടാകുമോ എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്.